നമസ്കാരം. ധാനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LDCയുടെ പ്രിലിംസ് സ്റ്റേജ് 2 ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 224/2023 ആണ്. അപ്പോൾ LDC എഴുതുന്ന കുട്ടികൾക്കും LGS അതുപോലെ LP UP ഒക്കെ എഴുതുന്ന എല്ലാ കേരള PSC എഴുതുന്ന എക്സാം എഴുതുന്ന കുട്ടികൾക്കെല്ലാം വളരെ നമ്മുടെ എക്സാമ്പിളായി എടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് തന്നെയായിരിക്കും. നമുക്ക് നോക്കിയേക്കാം അല്ലേ, ഡിസ്കസ് ചെയ്യാം. ഒന്ന്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് അല്ലേ? ഇവിടെ നോക്കൂ, 24 എന്ന് പറഞ്ഞാൽ എന്താണ്? 1924 എന്താണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം അല്ലേ? ആരംഭിച്ച വർഷമാണ്. ഡേറ്റോ മാർച്ച് 30 ആണ്. ഇനി 25 എന്താണ്? സത്യാഗ്രഹം അവസാനിച്ചത്. ഡേറ്റ് നവംബർ 23 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് വ്യക്തമായ ഒരു ആൻസർ അവിടെ ഓപ്ഷനിൽ ഫൈനൽ ആൻസർ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ 2 ഡേറ്റും ഉണ്ടല്ലോ. 24 എന്ന് പറയുമ്പോൾ മാർച്ച് 30 ആരംഭിച്ച വർഷം, വൈക്കം ആരംഭിച്ച വർഷം, 25 അവസാനിച്ചു. ഇനി 31 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം അല്ലേ? 31 എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 32 എന്താണ്? നിവർത്തന പ്രക്ഷോഭമാണ്. ഇനി നോക്കുക, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. ആരാണ്? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. ചാലിയൻകോട്ട കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് പറയുന്നത് എന്താണ്? ചാലിയൻകോട്ടയാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് പറയുന്നത് എന്താണ്? ചാലിയൻകോട്ടയാണ്. നെക്സ്റ്റ് നോക്കുക, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണ് അല്ലേ? ആൻസർ ഏതാണ്? പാഞ്ചാലി ശപഥം. ആൻസർ ഏതാണ്? പാഞ്ചാലി ശപഥമാണ് അല്ലാത്തത്. അപ്പോൾ നോക്കൂ, ഇവിടെ എൻ്റെ ഗുരുനാഥൻ എന്താണ്? വള്ളത്തോൾ നാരായണ മേനോൻ ഗാന്ധിജിയെക്കുറിച്ച് രചിച്ച കൃതിയാണ് അല്ലേ? ഗാന്ധിജിയെക്കുറിച്ച് രചിച്ച കൃതിയാണിത് എൻ്റെ ഗുരുനാഥൻ. ബാപ്പുജി എന്ന് പറഞ്ഞത് എന്താണ്? വിലാപകാവ്യമാണ്. എന്താണ്? വിലാപകാവ്യം. അതും എന്താണ്? ഗാന്ധിജിയെക്കുറിച്ച് എഴുതിയ വിലാപകാവ്യമാണെന്ത്? ബാപ്പുജി എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇനി വേറെന്താ പറയുക? വള്ളത്തോൾ നാരായണ മേനോൻ്റെ മഹാകാവ്യം എന്താണ്? ചിത്രയോഗം. ഇതാണ് ചിത്രയോഗമാണ് മഹാകാവ്യം എന്ന് പറഞ്ഞ ചിത്രയോഗം. അതുപോലെ വരുന്ന എന്താണ്? വിലാപകാവ്യം എന്താണ്? ബധിരവിലാപം. വിലാപകാവ്യം എന്താണ്? ബധിരവിലാപമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത്, ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ് അല്ലേ? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്കാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയും അല്ലേ? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ഇനിയും താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന് നിർബന്ധിത ചുമതല ഏതാണ്? ആൻസർ ഏതാണ്? അവകാശ സംരക്ഷണം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതല ഏതൊക്കെയാണ്? അവകാശ സംരക്ഷണം. അപ്പോൾ ഇനി രാഷ്ട്രത്തിന് 2 തരം ചുമതലയുണ്ട്. എന്താണ്? നിർബന്ധിത ചുമതലയും അടുത്തത് എന്താണ്? വിവേചനപരമായ ചുമതലയുമുണ്ട് അല്ലേ? അപ്പോൾ നിർബന്ധിത ചുമതല എന്താണ്? ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതാണ് എന്ത്? നിർബന്ധിത ചുമതല. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഒന്ന്, അതിർത്തി സംരക്ഷണം. അടുത്തത് ആഭ്യന്തര സമാധാനം. അടുത്തതോ അവകാശ സംരക്ഷണം. അടുത്തതോ നീതി നടപ്പാക്കലും വരുന്നുണ്ട്. അടുത്തെന്താണ്? നീതി നടപ്പാക്കൽ. അതിർത്തി, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ. ഇത് 4 എന്താണ്? നിർബന്ധിത ചുമതലയാണ്. ഇനി ഞാൻ പറഞ്ഞ വിവേചനപരമായ ചുമതല ഏതൊക്കെ വരും? ആരോഗ്യം. ഏതൊക്കെയാണ്? ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, അതുപോലെ ഗതാഗത സൗകര്യം ഒരുക്കുക. ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക, ഗതാഗത സൗകര്യം. ഇത് 4 എന്താണ്? വിവേചനപരമായ ചുമതല. അപ്പോൾ നിർവചിക്കുക അതിനെ? രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നോക്കി അല്ലേ? സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് എന്ത് പറയുക? വിവേചനപരം പറയുക. ബട്ട് നിർബന്ധപൂർവ്വം വേണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരിക, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറഞ്ഞവയിൽ ആര് ബന്ധപ്പെട്ടിരിക്കുന്നു? സതി. ആൻസർ നന്ദലാൽ ബോസ്. സതി നന്ദലാൽ ബോസ്. ഇനി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം മഹാജന സഭ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ്. അതുപോലെ സ്വദേശാഭിമാനി പത്രം, അതുപോലെ അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം, ഇസ്ലാമ സിദ്ധാന്ത സംഗ്രഹം. ഒന്നുകൂടി, കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ്, സ്വദേശാഭിമാനി പത്രം, അൽ ഇസ്ലാം എന്ന പ്രസിദ്ധീകരണം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹമെല്ലാം എഴുതി തയ്യാറാക്കിയത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി.
നെക്സ്റ്റ്, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാരാണ്? വ്യാകരണ ഗ്രന്ഥം ആരാണ്? വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് അല്ലേ. ഇനി ഇവിടെ നോക്കൂ, ഡോക്ടർ ഹാർമൺ ഗുണ്ടട്ടൻ അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ്? അദ്ദേഹം മലയാള ഇംഗ്ലീഷ് നിഘണ്ടുവാണ്. മലയാള ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ കർത്താവ് അല്ലേ. മലയാള ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഡോക്ടർ ഹർമൻ ഗുണ്ടട്ടൻ. അദ്ദേഹം തുടങ്ങി വെച്ച ആദ്യത്തെ മലയാള പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? രാജ്യസമാചാരം ഉണ്ട് അല്ലേ, പശ്ചിമോദയം, രാജ്യസമാചാരം അതുപോലെ പശ്ചിമോദയം തുടങ്ങിയവ എന്താണ്? ഹർമൻ ഗുണ്ടട്ടൻ്റെ പത്രങ്ങളാണ്. നെക്സ്റ്റ് വരുന്നത് ആരാണ്? ഇവിടെ അർണോസ് പാതിരി എന്താണ്? മലയാളത്തിലെ ആദ്യ നിഘണ്ടുവാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു അർണോസിൻ്റെ നിഘണ്ടു കണ്ടോ? ആദ്യത്തെ നിഘണ്ടുവാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവാണ് അർണോസ് പാതിരി. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവാണ് അർണോസ് പാതിരി. ഇനി ബെഞ്ചമിൻ ബെയ്ലി ആരാണ്? ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാള ഇംഗ്ലീഷ് തയ്യാറാക്കിയത് ഹർമൻ ഗുണ്ടട്ടൻ. ഓക്കെ ഇല്ലേ? ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏതാണ്? തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയ ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയ ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഇനി ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക പ്രാദേശികവാദം ഏതാണ്? ലൂ ആണ് ഇന്ത്യ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം. ഉത്തരേന്ത്യൻ സമതലത്തിലാണ് അല്ലേ. ഉത്തരേന്ത്യൻ സമതലത്തിലാണ് അനുഭവപ്പെടുക. അപ്പോൾ ഇന്ത്യയിലാണിത് ഇന്ത്യയിലെ ലൂ ആണ്, ഓർക്കുക. ഇനി എന്താണ്? ചിനുക്ക് പ്രാദേശികവാദമാണ്. അതെവിടെയാണ്? മഞ്ഞ് തിന്നുന്നതെന്നൊക്കെ പറയാറില്ല, അതാണല്ലേ. വടക്കേ ആഫ്രിക്കൻ റോക്കീസ് പർവ്വതങ്ങളിലെ കിഴക്കൻ ചരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്ത്? ചിനുക്ക്. വടക്കേ അമേരിക്കൻ റോക്കീസ് പർവ്വതങ്ങളിലെ കിഴക്കൻ ചരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനുക്ക്. അതുപോലെ ഹർമാറ്റൻ എന്താണ് പറയുക? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഒഴുകുന്ന കാറ്റാണെന്ത്? ഹർമാറ്റൻ. ഡോക്ടർ എന്നൊക്കെ പറയാണ്ടല്ലേ. ഇനി ഫൊൻ എന്ന് വെച്ചാൽ എന്താ? മുന്തിരിക്കുലകൾ എന്ന് പറയില്ലേ, ഫൊൻ, മുന്തിരിക്കുല. യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിൽ നിന്ന് വരുന്ന കാറ്റല്ലേ. യൂറോപ്പിലെ ആൽസ് പർവ്വതമാണ് ഫൊൻ, ഓർക്കുക. അപ്പോൾ ലൂ ആണ് നമ്മുടെ ആൻസർ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലൂ അല്ലേ. പ്രാദേശികവാദം ഏതാണ്? ലൂ, ഉത്തരേന്ത്യയിൽ. ഇനി മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം എന്താണ്? നിപ്പയ്ക്ക് കാരണം നിപ്പ വൈറസ് അല്ലേ. നിപ്പയ്ക്ക് കാരണം നിപ്പ വൈറസ്. കാരണം ആരാണ്? നിപ്പ വൈറസ്. അപ്പോൾ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ. ദക്ഷിണേന്ത്യയിൽ ചോദിച്ചാൽ കേരളമാണ്. കേരളത്തിലോ കോഴിക്കോടാണ്. ഏത് രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു? മലേഷ്യയിലാണ്. രാജ്യം മലേഷ്യ. ദക്ഷിണേന്ത്യയിൽ ചോദിച്ചാൽ കേരളം, കേരളത്തിൽ ചോദിച്ചാൽ കോഴിക്കോട് അല്ലേ. ഇനി ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഓപ്ഷൻസ് കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് അല്ലേ. ഹിമാലയ പർവ്വതം ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ഏതാണ് വരിക? ബി. കിഴക്ക് ഏതാ വരിക? ബംഗാൾ ഉൾക്കടൽ. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. കിഴക്ക് ഇന്ത്യയുടെ അതിർത്തി നോക്കുക. ഇന്ത്യയുടെ അതിർത്തിയാണ് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. പടിഞ്ഞാറ് അറബിക്കടൽ. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. വടക്ക് ഹിമാലയ പർവ്വതം. പഠിച്ചു പോവുക. കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഹിമാലയ പർവ്വതം. ഓക്കെ അല്ലേ. ഇനി ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്താണ്? സമതലങ്ങളാണ്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ സമതലങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ. എന്ന് പറയും. ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ. ഇനി ഏറ്റവും പഴയ കൽക്കരിപ്പാടം ഏതാണ്? റാണിഗഞ്ച്, പശ്ചിമ ബംഗാളിലാണ്. ഏറ്റവും പഴയ കൽക്കരിപ്പാടം റാണിഗഞ്ച്, പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ചിൽ അല്ലേ. ഏറ്റവും പഴയ കൽക്കരിപ്പാടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയ കൽക്കരിപ്പാടം. അതുപോലെ ഇവിടെ നെയ്വേലി ഒന്ന് കിടപ്പുണ്ട് അല്ലേ.
എന്താണ് ലിഗ്നൈറ്റ് ഖനനത്തിന് പ്രശസ്തമായ തമിഴ്നാട്ടിലെ പ്രദേശമാണെന്ത്? നെയ്വേലി. ലിഗ്നൈറ്റ് ഖനനത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പ്രദേശമാണെന്ത്? നെയ്വേലി. ഓക്കെ, നമ്മുടെ ആൻസർ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറി അല്ലേ. ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്താണ്? ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ സമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ. ഓക്കെ, ഇനി താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഒരു സ്രോതസ്സുകൾ കണ്ടെത്തുക. ഓപ്ഷൻസ് കൽക്കരി, വേലിയോർജം, വേലിയേറ്റ ഊർജം, ജൈവവാതകം, പെട്രോളിയം, സൗരോർജം എന്നിവയുണ്ട്. ആൻസർ വരുന്നത് എന്താണ്? ഏതൊക്കെ വരുന്നുണ്ട്? പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഒരു സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയുണ്ട്? വേലിയോർജം, ജൈവവാതകം, അതുപോലെ എന്താണ് സൗരോർജം അല്ലേ. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത അത് ഏതൊക്കെ വരാം? നമ്മുടെ അവിടുത്തെ ആൻസർ ഏതൊക്കെയാണ്? വേലിയോർജം, ജൈവവാതകം, സൗരോർജ്ജമാണെന്ത്? പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കാത്തതുമായ ഒരു സ്രോതസ്സുകൾ എന്ന് ഒക്കെ കിട്ടി അല്ലേ. വേലിയോർജം, ജൈവവാതകം, സൗരോർജ്ജം. ഇനി നോക്കുക, പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവ ഏതൊക്കെയാണ്? മെയിൻലി പറഞ്ഞാൽ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകമാണ്. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തത് ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം ഉണ്ടോ, പിന്നെ പ്രകൃതിവാതകം. പെട്രോളിയം, പ്രകൃതിവാതകം എന്നത് മൂന്നും പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവയാണ്. ഓക്കെ അല്ലേ. ഇനി അതിനകത്ത് വേറൊരു കാറ്റഗറിയിൽ പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളവ ഏതൊക്കെയാണ്? സൗരോർജം, ജലശക്തി, ബയോഗ്യാസ്, ജൈവമാസ് എന്നൊക്കെ പറയുന്നതാണ്. സൗരോർജം, ബയോഗ്യാസ്, ജലശക്തി, ജൈവമാസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ 2 കാറ്റഗറൈസേഷനുണ്ട്, 2 വിഭാഗങ്ങളുണ്ട്. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തവയും പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നവയും ഇല്ലേ. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തത് ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഓക്കെ, പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്തത് സൗരോർജം, ജലശക്തി, ബയോഗ്യാസ്, ജൈവമാസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഇതാണ് ആൻസർ. ഏതൊക്കെയാണ് അല്ലാത്തത്? ഗോതമ്പ്, കടുക്, പുകയില, നിലക്കടല. അത് നോക്കി പഠിച്ചാൽ മതി. ഖാരിഫ് റാബി വിളകളും നോക്കണം. നെക്സ്റ്റ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന ഏതാണ്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ആരാണ്? യൂണിവേഴ്സൽ ഫൈബർ പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ ആരാണ്? പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എല്ലാവരിലെയും ഉള്ള പരുത്തി അല്ലേ. പരുത്തി, യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഗോൾഡൻ ഫൈബർ ആരാണ്? ചണമാണ് അല്ലേ. ഗോൾഡൻ ഫൈബർ ചണം, സുവർണ്ണ നാര്, ഗോൾഡൻ ഫൈബർ ചണം. ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണുക? പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷ പ്രദേശത്താണ് ചണം കാണുക. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷയിലെ ചണം. അതെന്താണ്? ഗോൾഡൻ ഫൈബറാണെന്ത്? ഗോൾഡൻ ഫൈബറാണ് ചണം. യൂണിവേഴ്സൽ ഫൈബർ എന്താണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി അല്ലേ. നമ്മുടെ കേരളം എടുത്തിട്ട് യൂണിവേഴ്സലി ഫൈബർ നോക്കിയാൽ മതി. പരുത്തി അല്ലേ. ചണത്തിന് ഗോൾഡൻ കളറാണ് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇവയ്ക്ക് വേണ്ട മണ്ണ് ഏതാണ്? ശരിക്കും പറഞ്ഞാൽ കറുത്ത മണ്ണും എക്കൽ മണ്ണിലും ഒക്കെയാണെന്ത് ഇത് സാധാരണ വളരുക അല്ലേ. ഏറ്റവും ആവശ്യം അവർക്ക് എന്താണ്? കറുത്ത മണ്ണും എക്കൽ മണ്ണിലുമാണ് ഈ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന പരുത്തി മണ്ണും വളരുന്നത്. അതുപോലെ ഓക്കെ, ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അവിടെ എന്താ ഏറ്റവും കൂടുതൽ? ഗുജറാത്താണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുക. യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ്, ഗുജറാത്താണ് ഏറ്റവും മുന്നിൽ നിൽക്കുക. കറുത്ത മണ്ണും എക്കൽ മണ്ണും ഒക്കെ ഇവിടെ നല്ല അത്യാവശ്യമുണ്ട്. ആർക്കാ യൂണിവേഴ്സൽ ഫൈബറെ പരുത്തി കൃഷി ചെയ്യാൻ. ഇനി അടുത്തത് കരിമ്പ് കൃഷി ബന്ധമില്ലാത്ത പ്രസ്താവന. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണ് ഉള്ളതെന്നാണ് അല്ലാത്തത് അല്ലേ. ഈ കരിമ്പിൻ്റെ ജന്മനാടെന്ന് പറഞ്ഞ എന്താണ്? ഇന്ത്യയാണ്. കരിമ്പിൻ്റെ ജന്മനാട് ഇന്ത്യയാണ്. ഇനി കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണും എക്കൽ മണ്ണും. ഏതൊക്കെ മണ്ണ് വേണം? കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. ഇനി 1ാം സ്ഥാനം ഏതാ അവിടെ വരുന്നത്? ഉത്തർപ്രദേശാണ്. 1ാം സ്ഥാനം അല്ലേ. കരിമ്പ് കൃഷി 1ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. കരിമ്പിൻ്റെ ജന്മനാട് ഇന്ത്യയാണ്. ഓക്കെ, 1ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. ഇനി സമത്വ സമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചതാണ്? സമത്വ സമാജം അല്ലേ. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം. വർഷം
1836 അല്ലേ. ബൽമുണ്ട് സമരത്തിന് പ്രാതിനിധ്യം കൊടുത്ത മനുഷ്യനായിരുന്നു അല്ലേ, അദ്ദേഹമായിരുന്നു. വെണ്ണീജ ഭരണം എന്നാരെ വിളിച്ചു? ബ്രിട്ടീഷ് ഭരണത്തിനെ വെണ്ണീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമി. വെണ്ണീജ ഭരണം വൈകുണ്ഠസ്വാമിയാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ, അത് മതി, കൂടുതൽ കൺഫ്യൂഷൻസ് ആവും. സമത്വം വൈകുണ്ഠസ്വാമി. ഇനി ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 3 ജൂലൈ 14, 23 ജൂലൈ 14 ചന്ദ്രയാൻ 3 അല്ലേ വിക്ഷേപിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി നീക്കം ചെയ്ത എവിടെയാണ്? 44 അല്ലേ, നീക്കം ചെയ്ത് 44 ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഉൾപ്പെടുത്തിയതാണ് ചോദിച്ചേക്കുന്നത്. ഉൾപ്പെടുത്തിയതാണ് ആൻസർ. ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതി വഴിയാണ്. 42ാം ഭേദഗതി വഴിയാണ് ഉൾപ്പെടുത്തിയത് അല്ലേ. ഏത് അനുച്ഛേദം അവിടെ വരിക? 51A അനുച്ഛേദമാണ് വരിക. 51A അനുച്ഛേദം വരുന്നുണ്ട് അല്ലേ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നാണ് പറയുക. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നാണ് പറയുക. ഇനി 4A എന്ന് പറയല്ലേ, 4A ഭാഗത്താണ് ഇവർ കാണുക. അപ്പോൾ മൗലിക കടമ എന്ന് 51A അനുച്ഛേദം എന്ന് പറയുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. 42ാം ഭേദഗതി വഴിയാണ് അവർ വന്നത് അല്ലേ. 4A ആണ് അവിടെ ഭരണഘടനയിൽ 4Aയുടെ ഭാഗത്ത് അവർ കാണപ്പെടുക. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? പ്രഥമ ചെയർമാൻ ആരാണ്? പ്രഥമ ചെയർമാൻ എന്ന് പറയുമ്പോൾ രംഗനാഥ് മിശ്ര. പ്രഥമ ചെയർമാൻ രംഗനാഥ് മിശ്ര. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്നാണ്? ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് അംഗീകരിച്ചത്? ആൻസർ ഏതാണ്? 1947 ജൂലൈ 22. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയുടെ രൂപകൽപ്പന അംഗീകരിച്ചതെന്നാണ്? 1947 ജൂലൈ 22 ജൂലൈ 1947 അംഗീകരിച്ചത്. ഇനി ഇന്ത്യൻ പതാക നിയമം എന്നൊരു നിയമമുണ്ടല്ലേ, അതെന്താണെന്നറിയോ? ഇന്ത്യൻ പതാക നിയമം 2002 ജനുവരി 26 2002 ജനുവരി 26 ഇന്ത്യൻ പതാക നിയമം ഉണ്ടാക്കിയത്. ഇന്ത്യൻ പതാക നിയമമുണ്ട്. ഓക്കെ, ഇനി ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. അറിയാമല്ലോ, ദേശീയ പതാക ശില്പി പിംഗലി വെങ്കയ്യ. അപ്പോൾ ഈ ഡേറ്റിൽ ബാക്കി ഡേറ്റൊക്കെ നമുക്ക് ഈ ഡേറ്റ് നോക്കാം. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്? 22 ജൂലൈ 1947. ഇന്ത്യൻ പതാക നിയമം എന്നാണ്? 2002 ജനുവരി 26. ഓക്കെ, ഇനി വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിൽ? വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയ ഏത് ഭാഷ? ബംഗാളി ഭാഷ എന്നാണ് ആൻസർ. ബംഗാളി ഭാഷ എന്നാണ് PSC കൊടുത്തിരിക്കുന്ന ആൻസർ ഇവിടെ. പക്ഷേ ഫൈനൽ ആൻസർ കിൽ അതിന് ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ബംഗാളി ഭാഷയാണ് PSC പലപ്പോഴും കൊടുത്തിട്ടുള്ളത്. നോക്കാം. ഇനി എത്ര സെക്കൻഡ് വേണം വന്ദേ മാതരം പാടാൻ അല്ലേ? 65 സെക്കൻഡ് ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ. ഇതിൻ്റെ എന്താണ്? ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അറിയാമല്ലോ, ബങ്കിംചന്ദ്ര ചറ്റർജിയാണ് കർത്താവെന്നൊക്കെ അറിയാവുന്നതാണ്. ഇനി ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ഏത് വാക്യമാണ്? സത്യമേവ ജയതേ. അതെവിടെയാണ് സത്യമേവ ജയതേ? ചുവട്ടിലാണല്ലേ, ചുവട്ടിലാണ് സത്യമേവ ജയതേ കാണുക. ദേശീയ ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹമുദ്രയല്ലേ ദേശീയ ചിഹ്നം? സിംഹമുദ്ര. അതെന്നാണ്? 1950 അംഗീകരിക്കുക. 50 ജൂലൈ അല്ലേ, ജനുവരി 26 അംഗീകരിക്കപ്പെടുക. സിംഹമുദ്രയിൽ ആരൊക്കെയുണ്ട് മൃഗങ്ങൾ? സിംഹം, കാള, കുതിര, ആനയുണ്ട് അല്ലേ. ഇനി ഈ സിംഹമുദ്ര ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തതാണ്? ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത ആരാണ്? ദീനാനാഥ് ഭാർഗവയാണ് ചെയ്തത്. അപ്പോൾ ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം എന്തായിരുന്നു? സത്യമേവ ജയതേ അല്ലേ, ചുവട്ടിലേക്ക് കാണപ്പെടുന്നുണ്ട്. സിംഹമുദ്രയാണ്. ദീനനാഥാണ് ഭാർഗവി. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആരാണ്? പൈതൃക മൃഗം കടുവ. എത്രയിലാണ്? 1972. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കേന്ദ്രീയ വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. കേന്ദ്രീയ വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? കേന്ദ്രീയ വിവരാവകാശ കമ്മീഷൻ 2005. അറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A. 4 പറഞ്ഞല്ലേ, 4A.
റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഹൈക്കോടതി റിട്ട് ഹൈക്കോടതി അനുച്ഛേദം ഏതാണ്? റിട്ട് ഹൈക്കോടതി അനുച്ഛേദം ഏതാണ്? 226. റിട്ട് ഹൈക്കോടതി അനുച്ഛേദം 226. റിട്ട് ഹൈക്കോടതി അനുച്ഛേദം ഏതാണ്? 226 ആണ് അല്ലേ. റിട്ട് സുപ്രീം കോടതി ഏതാ വരുന്നത്? 32. അതാണ് 32 സുപ്രീം കോടതി. 32 എന്താണ്? സുപ്രീം കോടതിയാണ് അല്ലേ. മൗലികാവകാശങ്ങൾ മൗലികമായതാണെന്ത്? അത് ആ റിട്ട് അല്ലേ. മൗലികാവകാശങ്ങൾ മൗലികമായതാണ് 32 റിട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുപ്രീം കോടതി റിട്ട് വരുന്നത് 32 ആണ്. ഹൈക്കോടതിക്ക് 226 ആണ്. ഹൈക്കോടതിക്ക് 226. റിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണെന്ത്? റിട്ട്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട്. അപ്പോൾ ഹൈക്കോടതി റിട്ട് എന്താണ്? 226. ഹൈക്കോടതിക്ക് 226, സുപ്രീം കോർട്ടിന് 32. സുപ്രീം കോർട്ടിന് 32 ഓർത്തിരിക്കാമല്ലോ. നെക്സ്റ്റ് വരുന്നത് ഐ.എൻ. രൂപീകരിച്ചത് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. എന്താണ്? സുഭാഷ് ചന്ദ്രബോസ്. നെക്സ്റ്റ്, ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാരാണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാരാണ്? ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭുവാണ്. നെക്സ്റ്റ്, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിറ്റ് രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? സ്ഥാപനം ഏതാണ്? ശാരദാ സദൻ. രമാഭായി ശാരദാ സദൻ. പണ്ഡിറ്റ് രമാഭായി ശാരദാ സദൻ അല്ലേ. നെക്സ്റ്റ്, ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃത വർഷം. ISRO രൂപീകൃത വർഷം ഏതാണ്? 1969 ISRO. 69 ISRO. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അധ്യക്ഷൻ ആയിരുന്നു. നമ്മുടെ ദേശീയ ഗീത വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ്? ഏത് ആനന്ദമഠം. ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാം ആസാദാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം. മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമല്ലാത്തത് ആരാണ്? ഇവിടെ ആരാണ്? ആൻസർ അതാണ് UP. ആൻസർ ഏതാ വരിക? PP മേനോൻ. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ച സിദ്ധാന്തമായി ആവിഷ്കരിച്ചാരാണ്? അല്ല, ആരാണ് ചോർച്ചയ്ക്ക് കാരണം? ചോർച്ച ഉണ്ടാക്കിയതാരാണ്? ചോർച്ചയാരാണ്? ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ദാദാഭായ് നവറോജി. നവറോജിയുടെ ചോർച്ച. നെക്സ്റ്റ്, കപ്പലോട്ടിയ തമിഴ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? കപ്പലോട്ടി തമിഴ് അല്ലേ, തമിഴനാണ്. ഓർക്കാലോ, കപ്പലോട്ടി തമിഴൻ എന്താണ്? ചിദംബരം പിള്ളയാണ് കേട്ടോ. തമിഴൻ പിള്ളയാണ്. കപ്പലോട്ടി തമിഴൻ ചിദംബരം. VO ചിദംബരം പിള്ളയാണ് തമിഴൻ. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. ആദ്യ മലയാള നടൻ ആരാണ്? PJ ആൻ്റണി. ആദ്യത്തെ മലയാള നടൻ PJ ആൻ്റണിയാണ്. നെക്സ്റ്റ് വരുന്നത് ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. മലയാളി വനിതയാണ് ആര്? MD വത്സമ്മ. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. നെക്സ്റ്റ്, പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഏതിൻ്റെ ഭാഗമാണ്? കുന്തിപ്പുഴ. കുന്തിപ്പുഴ. നെക്സ്റ്റ്, വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? എടക്കൽ ഗുഹയിൽ കാണുന്ന വയനാട് ജില്ല അല്ലേ. വയനാട് ജില്ല എടക്കൽ ഗുഹ. അവിടെ എന്ത് കാണുന്നു എന്നാണ് പറയുന്നത്? ആൻസർ എന്താണ്? നവീന ശിലായുഗത്തെ കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ കാണപ്പെടുന്നുണ്ട്. അവ എന്തിൻ്റെ അവശേഷിപ്പാണ്? നവീന ശിലായുഗം. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള ജില്ല കണ്ണൂരാണ്. നെക്സ്റ്റ് വരുന്നത് സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം
പ്രഖ്യാപിച്ച വർഷം അതാണ് 1984 സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം 84, പ്രഖ്യാപിച്ചത് 84. ഇന്ദിരാഗാന്ധി ഓർക്കുക. നെക്സ്റ്റ്, ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ബാണാസുര സാഗർ എവിടെയാണ്? വയനാട്. ബാണാസുര സാഗർ അല്ലേ, അണക്കെട്ടാണ്. വയനാട്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുതനിലയം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുതനിലയം എവിടെയാണിത്? കഞ്ചിക്കോട് അല്ലേ, പാലക്കാട് പോകുന്ന വഴിക്ക് കാണും. കഞ്ചിക്കോട് കാറ്റാടിപ്പാടം, ആദ്യത്തെ കാറ്റാടി വൈദ്യുതനിലയം കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂരാണ്. നെക്സ്റ്റ്, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതാണ്. വെണ്ണീജ ഭരണം അല്ലേ, നമുക്ക് കുറച്ചു മുമ്പ് പറഞ്ഞു. അതാണ് വൈകുണ്ഠസ്വാമി. ഇനി, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുക എന്ന് പ്രഖ്യാപിച്ചതാരാണ്? അയ്യങ്കാളി. മുട്ടിപ്പുല്ല് അയ്യങ്കാളി അല്ലേ, പഠിക്കാൻ സൗകര്യം കൊടുക്കണം എന്ന് അവകാശപ്പെട്ടത് അയ്യങ്കാളി. സവർണജാഥയെ സമരം ബന്ധപ്പെട്ട് സവർണജാഥ അറിയാമല്ലോ. സവർണജാഥ, വൈക്കം സത്യാഗ്രഹം. അവിടെ ആരെ ഓർക്കണം? മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ്, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരാണ്? ചട്ടമ്പി. വേദാധികാരം ചട്ടമ്പി. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻസ്: ആത്മോപദേശശതകമുണ്ട്, ദൈവദശകമുണ്ട്, ജാതിക്കുമ്മിയുണ്ട്, ദർശനമാല. ഇതിലല്ലാത്തത് ഏതാണ്? ജാതി കുമ്മി അല്ലേ, അറിയാതാരുടെയാണ്. ഇനി, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഗൗരി പാർവതി ഭായ്. പ്രൈമറി വിദ്യാഭ്യാസം ഇതൊക്കെ ഓർത്തിരുന്നാൽ എഴുതാൻ പറ്റും. പ്രൈമറി വിദ്യാഭ്യാസം ഗൗരി പാർവതി ഭായ്. ഒന്ന് ക്ലിക്ക് വെറുതെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കൊണ്ട് ഒരു പക്ഷേ എഴുതാൻ പറ്റും, തെറ്റിപ്പോകുന്നില്ല. നെക്സ്റ്റ്, പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവൽ ആണ് കേരള സിംഹം. ഇത് രചിച്ചത് ആരാണ്? കേരള സിംഹം രചിച്ചത് ആരാണ്? സർദാർ കെ എം പണിക്കർ. കേരള സിംഹം സർദാർ കെ എം പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിൽ? ആൻസർ: ആനി ബസന്റ്. പാലക്കാട് വെച്ച് ആനി ബസന്റ്. ആദ്യ സമ്മേളനം ആനി ബസന്റ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ ആരാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ്, മസ്തിഷ്കത്തെ പോലും സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? മെനിഞ്ചസ് അല്ലേ. അസുഖം എന്തുണ്ടാകും അവിടെ? മെനിഞ്ചൈറ്റിസ് എന്ന് അല്ലേ, അതൊരു ആവരണമാണ്. അതിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്ന അസുഖമാണ് മെനിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുക. തലയൂട്ടിക്ക് നമ്മളെന്താ പറയുക? കപാലം. ഈ പ്ലൂറ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്ന ആവരണമാണെന്ന് പ്ലൂറ അല്ലേ. മൈലിനുറ എവിടെ വരുന്നുണ്ട്? സുഷിമ്നെ വരുന്നുണ്ട്. ബന്ധപ്പെട്ടതാണ്, ഓർത്തിരുന്നാൽ മതി. ഇനി, ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ആരാണ്? ഏതാണ് ഇവിടെ വരുന്നത്? ഹെപ്പറ്റൈറ്റിസ് ആണ് കേട്ടോ. ക്ഷയം ഉണ്ടല്ലോ, അറിയാമല്ലോ. നെക്സ്റ്റ്, രോഗമല്ലാത്ത ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ആണ് ബാക്ടീരിയ രോഗം അല്ലാത്തത് അല്ലേ, മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ്, അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണെന്ത്? തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണിത് ഗോയിറ്റർ അല്ലേ. അമിതമായി വളരുന്ന അവസ്ഥയാണെന്ത്? ഗോയിറ്റർ അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, കൈക്കുഴ കാൽക്കുഴ എന്ന ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി. കൈക്കുഴ കാൽക്കുഴ അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന അസ്ഥിഭംഗം അല്ലേ,
തെന്നി നീങ്ങുന്നാസ്തി. കൈക്കുഴ കാൽക്കുഴ തെന്നി നീങ്ങുന്നാസ്തി. കേരളത്തിൽ ശിശു മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ്? കോംപ്രിഹെൻസീവ് സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ്? ശലഭം പദ്ധതി. കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ശലഭം. കൊച്ചുകുട്ടികൾ ശലഭമായി പറക്കട്ടെ, അതുപോലെയാണ് അല്ലേ? കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം, കുട്ടികൾ ശലഭത്തെ പോലെ പറന്ന് നടക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ആ പേര് വന്നേക്കുന്നത് അല്ല. അങ്ങനെ പഠിക്കാം നമുക്ക്. കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം എന്താണ്? ശലഭം പദ്ധതി. പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം ഏതാണ്? നിശബ്ദവസന്തം. റേച്ചൽ കേഴ്സൺ നിശബ്ദവസന്തം. നെക്സ്റ്റ്, സൈലന്റ് വാലി ഒഴുകുന്ന പുഴ ഏതാണ്? സൈലന്റ് വാലി പുഴ ഏതാണ്? കുന്തിപ്പുഴ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. കാസർഗോഡ്. 21 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? മുദ്രാവാക്യം പരിസ്ഥിതി പുനഃസ്ഥാപനം. ഇനി ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. ഉപ്പിൻ്റെ അംശം എന്തായിരിക്കും? ഉപ്പിൻ്റെ അംശമുള്ളിടത്ത് 7 ഉപ്പാണെങ്കിൽ 7 ഉപ്പ് അല്ലേ? ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും ശരിയായ ജോഡി കണ്ടെത്തുക. ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജ് ഏത് ജോഡിയായിരിക്കും ശരിയായി വരിക അല്ലേ? ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് അല്ലേ? ഓക്കെ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? അറിയാമല്ലോ, ഏതാണ്? സിങ്ക്. അലൂമിനിയം നിങ്ങൾക്ക് അറിയാം അല്ലേ? കൺഫ്യൂഷൻ വേണ്ട. അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂസിലാൻഡ് അല്ലേ? ന്യൂസിലാൻഡ് അല്ല, ന്യൂലാൻഡ്സ്. ഓക്കെ. അഷ്ടമ ന്യൂലാൻഡ്സ് കെമിസ്ട്രി ഭാഗമാണ്. നെക്സ്റ്റ്, ജലത്തിലെ ഘടകമൂലങ്ങൾ H2O അല്ലേ? അതിൽ ആരൊക്കെ വരുന്നുണ്ട്? H2Oക്കകത്ത് വരുമ്പോൾ ആരൊക്കെ വരും? H2O, Hഉം Oയും എന്ന് പറയുമ്പോൾ ആരൊക്കെ വരിക? ഹൈഡ്രജനും ഓക്സിജനും. നെക്സ്റ്റ് വരുന്നത് തെർമോപ്ലാസ്റ്റിക് ഉദാഹരണം. തെർമോപ്ലാസ്റ്റിക് ആരാണ്? തെർമോപ്ലാസ്റ്റിക്കിയുടെ ആരാണ്? PVC പൈപ്പ്. ഓർക്കുക, PVC പൈപ്പ് നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കാണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതിന് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഇൻക്യുബേറ്റർ അല്ലേ? അവിടെ മുട്ട വിരിയിക്കുന്നു എന്ന് ഓർക്കുക. ലൈറ്റ് കിടക്കുന്നു, ലൈറ്റ് തൂങ്ങി കിടക്കത്തില്ല, മുട്ട ഇങ്ങനെ വെച്ചേക്കും അല്ലേ? ഇൻക്യുബേറ്ററാണ്. അതേത് താപപ്രസരണം വഴിയാണ് മുട്ട വിരിയുക? ചൂട് കൊണ്ടിട്ട്. വികിരണം വഴി അല്ലേ? മുകളിൽ ബൾബ് ഇങ്ങനെ കിടക്കുക, അതിൽ നിന്ന് പ്രകാശരശ്മികളിൽ താഴേക്ക് വരുന്നു, അങ്ങനെയാണ് വികിരണമാണത്. ഓക്കെ. സമുദ്ര ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ആൻസർ ഇതാ വരുന്നത് 2, 3 മാത്രം. 2, 3 സി ആണ്. 2, 3 അല്ലാത്തത്. സമുദ്ര ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ഏവയാണ്? ആൻസർ 2, 3 മാത്രമാണ്. ഒന്ന് വായിച്ചു വിട്ടോളൂ. നെക്സ്റ്റ്, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? 27 1/3 അല്ലേ? ദിവസം 27.4 നമുക്ക് പറയാം. 4 പറയാനും പറ്റില്ല, 1/4 അല്ലേ കാല്. 27 1/3 ദിവസമാണ് ചന്ദ്രന്. 27 1/3, 27 ദിനങ്ങൾ എന്നൊക്കെയല്ലേ പറയുന്നത്. 27 1/3 ദിവസം ഓർത്തിരിക്കുക. 27 1/3 ഉണ്ട്, 28 ദിവസവും ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ, ഫൈനൽ ആൻസർക്ക് പറഞ്ഞേക്കുന്നത് 27 1/3 ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ്, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏതുതരം ചലനമാണ്? പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിൽ കോമ്പസിൽ വെച്ച് വൃത്തം വരയ്ക്കുന്നു സാധാ പോലെ. പെൻസിലിൻ്റെ ചലനം ഏതുതരം ചലനമാണ് അല്ലേ? കോമ്പസിൻ്റെ ആ മെറ്റൽ ഭാഗം നമ്മൾ നടുക്കൂത്തുന്നു അല്ലേ? പെൻസിലാണ് കറങ്ങി വരിക. അപ്പോൾ അത് ഏതുതരം ചലനമാണ്? ദോലനമുണ്ട്, ഭ്രമണമുണ്ട്, വർത്തുല ചലനമുണ്ട്, നേർരാഗ ചലനമുണ്ട്. ഇതിലേതാണ് ആൻസർ വരിക? വർത്തുല അല്ലേ? വൃത്തം നോർത്താലും മതി. വർത്തുല ചലനം റൗണ്ടായി പോവല്ലേ? വർത്തുല ചലനം അല്ലേ? കോമ്പസ് ഇതിവിടെ ഇരിക്കുന്നു അല്ലേ? റൗണ്ട് പെൻസിൽ വെച്ചൊക്കെ നിർത്തത് ഇങ്ങനെ റൗണ്ടാക്കും അല്ലേ? അങ്ങനെയല്ലേ പോരുക? ഓക്കെ. ഇത് നടുക്കാണെങ്കിൽ. നെക്സ്റ്റ് വരുന്നത് വർത്തുല ചലനമാണ് ആൻസർ അല്ലേ? പെൻസിൽ പോകുന്നത് വർത്തുല ചലനം, വൃത്താകൃതിയിൽ പോകുന്നത് വർത്തുല ചലനം. ഓർക്കുക.
ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ജലം, നീരാവി, ഐസ്, മൂന്നിനും തുല്യ ഊർജ്ജമാണ്. ഏതിനാണ്? നീരാവിക്കാണ് ഊർജ്ജം. നമുക്ക് പൊള്ളലൊക്കെ കൂടുതൽ വരുന്നത് നീരാവിയാണ്, അതങ്ങ് ഓർക്കുക. ഊർജ്ജമുള്ള അവസ്ഥ ഏതാണ്? നീരാവി. 9876 - 3789 ആൻസർ 87 അല്ലേ? 81 ആൻസർ എത്രയാണ് വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് 16, 24, 32 സംഖ്യകളുടെ ലസാഗു കാണുക. ഓപ്ഷൻ ഡി 96. 1/4 + 1/8 + 1/16 എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 19/125 ദശാംശ രൂപം കാണുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. √9/100 × 625/18 കണ്ടുപിടിക്കുക അല്ലെ? 9ഉം ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻസർ ഇതായിരുന്നു എന്ന് ബി. വ്യത്യാസമൊന്നുമില്ല. 5 പേരുടെ ശരാശരി വയസ്സ് 12 ആണ്. അതിലൊരു കുട്ടിയുടെ വയസ്സ് 8 ആയാൽ ബാക്കി 4 പേരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 13 ആണല്ലേ? 5000 രൂപയ്ക്ക് വാങ്ങിയൊരു സൈക്കിൾ 4300 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്രയാണ്? സി. ഓപ്ഷൻ സി. നെക്സ്റ്റ് വരുന്നത് അത് ഓടിച്ചുവിടാം. ബി ആണ് വരുന്നത്. 89 ആൻസർ വരുന്നത് ഓപ്ഷൻ എ. 90 വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം ഇത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെയ്ത് തന്നെ നോക്കിയേ പറ്റുള്ളൂ, ചെയ്ത് പഠിക്കണം എല്ലാവരും കേട്ടോ. 92ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. ഫൈനൽ ആൻസർ കീ ആണിത്. റോഡ്, കിലോമീറ്റർ, ശർക്കര എന്ന് പറയുമ്പോൾ എന്തിനാ വരും? റോഡ് കിലോമീറ്ററാണ്, ശർക്കര എങ്ങനെ അളക്കാം അല്ലേ? കിലോഗ്രാമിൽ. കൂടുതൽ പെടാത്തത് 11, 13, 15, 17. ഇടാത്തത് ഏതാണ് അല്ലേ? 15 ആണ്. ബാക്കി ഇപ്പോൾ രാമുവിന് 9 വയസ്സും രാജുവിന് 10 വയസ്സും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് 96ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വരുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. നയൻറ്റീന് 1, 8, 27, 64 ശ്രീനി അടുത്ത സംഖ്യ 1 അല്ലേ? 2ൻ്റെ raised-3, 3 raised-3 അങ്ങനെ വരുന്നത്. 8 4 3 അപ്പോൾ അങ്ങനെ വരുന്നതല്ല സംഖ്യ അത്. അപ്പോൾ 5ൻ്റെ ഘടകം വരുന്നതാണ്. ഓക്കെ. ഒരു ദിവസത്തിൽ ഫെബ്രുവരി 1 വ്യാഴാഴ്ചയായാൽ മാർച്ച് 2 ഏത് ദിവസമായിരിക്കും? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. ആൻഡ് ദീസ് പ്രീവിയസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ നമുക്ക് റിവിഷനാണ് തുടങ്ങുക. റിപ്പീറ്റ് പഠിച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതിൻ്റെ അനുബന്ധ ഘടകങ്ങളും കൂടി പഠിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ ഓഫ് യു ആൻഡ് വാച്ച് അഗെയിൻ ആൻഡ് മീറ്റ് അഗെയിൻ. താങ്ക് യു.